ശോ, നീ ഒരു നേഴ്സായിരുന്നെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞു ഒരു നേഴ്സിനെ കെട്ടിയാൽ മതിയെന്ന്. എന്നാൽ അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മോനെ നേഴ്സിംഗ് പഠിപ്പിക്കത്തില്ലായിരുന്നോ? ഓ, അവൻ സയൻസ് അല്ലായിരുന്നല്ലോ അല്ലേ? അല്ലേ, വേണ്ട, ഒരു കാര്യം ചെയ്യാമ്മ, എന്നെ എങ്ങനെ നേഴ്സിംഗ് പഠിപ്പിക്കും? ഞാനാകുമ്പം സയൻസും ആയിരുന്നല്ലോ എടുത്തേ. അപ്പം നമുക്ക് നാളെ തന്നെ ഒരു നേഴ്സിംഗ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നോക്കാം. ഫീസൊക്കെ അമ്മ എടുക്കുമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഈ വീട് കിടക്കുന്ന കോലം കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ട് വിട്ടേക്കുന്നത്. വൃത്തികേടല്ലേ? ആരാ ഇത് ചെയ്തതെന്ന് ഓർത്തിരിക്കുന്നത്? അമ്മയുടെ മോന്. ഇങ്ങനെയാണോ അമ്മ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്? ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യാൻ അമ്മ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്? മോശം 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 തന്നെ. നീ എൻ്റെ മോനെ നന്നായിട്ടൊന്നും അല്ലേടി നോക്കുന്നേ. അമ്മ ഇങ്ങനെ എനിക്ക് കെട്ടിച്ചു തന്നപ്പം ഇതിന് വല്ല യൂസർ മാനുവൽ വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, ഞാനെന്തെങ്കിലും മിസ്സായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അല്ല, എങ്ങനെ നോക്കണം എന്നുള്ള യൂസർ മാനുവലേ അതെനിക്ക് മിസ്സായിപ്പോയോ, അതോ ഞാൻ എടുക്കാൻ മറന്നു? അല്ല, എനിക്ക് സംശയം കൊണ്ട് ചോദിച്ചാ. ഈ കറിക്കൊരു ഉപ്പുമില്ല, ഒരു ടേസ്റ്റും ഇല്ല. എന്തിനു കൊള്ളും ഇത്? അതെ, ഞാനതങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു അമ്മേ. കറിക്കാണ് ഒരു ടേസ്റ്റും ഇല്ല. എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ. ഇനി നാളെ തൊട്ട് അമ്മ മാത്രം കിച്ചണിൽ കയറിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കഷ്ണങ്ങൾ പോലും അരിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ണത്തിൻ്റെ ഷേപ്പ് മാറിപ്പോയാലോ, ചിലപ്പോൾ അവിയലിടേണ്ടത് സാമ്പാറിനിടേണ്ടതൊക്കെ കഷ്ണങ്ങളുടെ ഷേപ്സ് ഇല്ലേ, ഇനി അത് മാറിപ്പോയാൽ അതും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ ഇനി അതുപോലും അരിയാൻ കിച്ചണിൽ കയറുന്നേ ഇല്ല. അമ്മ തന്നെ ചെയ്താൽ മതിയേ. ശരിക്കും പറഞ്ഞാണല്ലോ, നീ എന്നെ കണ്ട് പഠിക്കണം, ഒരു കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത്. ഞാൻ നന്നായിട്ട് അമ്മേനെ കണ്ട് പഠിക്കുന്നുണ്ട്. എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം ഒരു കുടുംബം നന്നാവാമെന്ന് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കിഡിങ്ങിൻ്റെ അർത്ഥം അറിയത്തില്ല, സോറി, തമാശ പറഞ്ഞതാന്ന്. നിന്റെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാ മനസ്സിലാവും? നിന്റെ താലി എന്തിയേ? അയ്യോ, അമ്മയുടെ മോനും കുറച്ച് പോയി പുറത്തോട്ട് പോയായിരുന്നല്ലോ. അവരങ്ങനെ എന്തെങ്കിലും അടയാളം ഇട്ടുകൊണ്ടാണോ പോയേ? ഇനിയിപ്പോൾ അവൻ പെണ്ണ് കെട്ടിയതെന്ന് എങ്ങനെ മനസ്സിലാക്കും? നാളെ അവനൊരു താലി മേടിച്ചിട്ട് കൊടുക്കാല്ലേ? ഇതെന്നെ നിക്കറൊക്കെ ഇട്ട ആമ്പിള്ളേരെ പോലെ. ഞാൻ ഓർത്ത് ആങ്കോച്ചാന്ന് കേട്ടോ. നല്ല തമാശ മതി. എത്ര ചിരിച്ചാൽ മതിയോ? എത്ര ചിരിച്ചാൽ മതിയോ? നല്ല വളിച്ച തമാശ. വേറെ വല്ല പെമ്പിള്ളേരോടും ചെന്ന് പറ കേട്ടോ, ഇതൊന്നും ഇങ്ങോട്ടേക്ക് യേശൂല.